ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ശരിക്കും നമുക്ക് വളരെ അലോസരപ്പെടുന്ന ഒരു വാർത്തയാണ് പാണ്ടിക്കാട് നിന്ന് വരുന്നത്. നിപ്പ വന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ ജാഗ്രതകളാണ് ഈ മലപ്പുറം ജില്ലയിൽ പാലിക്കേണ്ടത്? പ്രത്യേകിച്ചും കോഴിക്കോട് മിംസ് ആശുപത്രിയിലാണ് ഈ രോഗിയെ പ്രവേശിപ്പിച്ചിരുന്നത്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും ആശുപത്രി സന്ദർശനം അനാവശ്യമായ രീതിയിൽ കൊണ്ടു നടക്കരുത്. എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്? ഇപ്പോൾ രോഗിയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ, രോഗിയുമായി അടുത്ത സമ്പർക്കമുള്ളവർക്കാണ് ഈ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമില്ല. കാരണം ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ നിപ്പയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. നിപ്പ നമുക്കറിയാം, അതിന്റെ R0 എന്ന് പറയുന്നത് 0.4 ആണ്. തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നും എത്ര വ്യക്തിയിലേക്ക് ശരാശരി വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ കണക്കാണ് R0. അത് ഒന്നിലധികമാണെങ്കിൽ അത് ഒരാളിൽ നിന്നും കൂടുതൽ ആളിലേക്ക് പോകുന്നു എന്ന് തീരുമാനിക്കാം. എങ്കിലും നിപ്പയെ സംബന്ധിച്ച് 0.4 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേർക്ക് രോഗബാധ ഉണ്ടെങ്കിൽ അത് 4 പേരിലേക്ക് വ്യാപിക്കുകയുള്ളൂ. ഈ 4 പേരിൽ നിന്ന് 2ലേക്ക്. ഡോക്ടർ, ഞാൻ അതിന് ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ ഡോക്ടർ. അതായത് ഈ നമ്മുടെ ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം ഇയാളുമായി ബന്ധപ്പെടുന്ന രോഗിയുമായി ബന്ധപ്പെടുന്ന ആളിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നാട്ടുകാർ ഇതിനെക്കുറിച്ചൊരു ഭയപ്പാടിന്റെ ആവശ്യമില്ല എന്നല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്? അബ്സല്യൂട്ട്ലി. പൊതുജനങ്ങൾക്ക് ഇതേപ്പറ്റി ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും ഇവിടെ കാണുന്നില്ല. നിപ്പ എന്നുള്ളത് വളരെ അപൂർവമായ ഒരു ഔട്ട്ബ്രേക്ക് ആണ്. അത് ബാധിക്കുന്നവരെ സംബന്ധിച്ച് അത് സിവിയർ ആണ്. അത് പലപ്പോഴും സീരിയസ് ആകാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ അത് പൊതുവെ കെട്ടടങ്ങുകയാണ് ഇതിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. എങ്കിലും ഓരോ ഔട്ട്ബ്രേക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പഠിക്കുകയും ആ ഔട്ട്ബ്രേക്കിന്റെ വിശദാംശങ്ങൾ പഠിച്ചവർ ഇതേപ്പറ്റി വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പിന്നീട് കൊടുക്കുന്നുണ്ടാവും. എങ്കിലും വിദൂര സ്ഥലങ്ങളിലുള്ളവർക്ക് യാതൊരു ഇന്നലെ ഉള്ള അത്രയും ജാഗ്രത തന്നെ നമ്മൾ സാധാരണ കാണിക്കുന്ന മറ്റ് സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ജാഗ്രതയ്ക്ക് അപ്പുറം ഒരു ആശങ്കയ്ക്ക് വഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഡോക്ടർ, ശരിക്കും ഇപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, 14 വയസ്സുള്ള, മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സ്വദേശിക്കാണ് ഇപ്പോൾ ഈ നിപ്പ സ്ഥിരീകരിച്ച് വന്നിരിക്കുന്നത്. അപ്പം ഇതിന് റൂട്ട് മാപ്പ് ഒക്കെ തയ്യാറാക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുണ്ടാവും, ബന്ധപ്പെട്ട അധ്യാപകരുണ്ടാവും. അവരുടെയൊക്കെ കാര്യം എങ്ങനെയായിരിക്കും ഡോക്ടറുടെ അഭിപ്രായത്തിൽ? അവർക്ക് റിസ്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നിപ്പ പകരുന്നത് വളരെ അടുത്ത സമ്പർക്കം, അതായത് രോഗിയെ പരിചരിക്കുന്ന വ്യക്തികൾ, രോഗിയെ ചികിത്സിക്കുന്ന വ്യക്തികൾ, രോഗിയുടെ സ്പൗസ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്, ഇങ്ങനെയുള്ള വളരെ അടുത്ത സമ്പർക്കമുള്ള വ്യക്തികൾക്കാണ് സാധാരണഗതിയിൽ എന്തെങ്കിലും സ്പ്രെഡ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്ലാസ് മുറിയിൽ അത് ഏതു തരത്തിലുള്ള സമ്പർക്കമാണ് ഉള്ളത് എന്നുള്ളത് അത് അവിടെ വിദഗ്ധർ വന്ന് വിലയിരുത്തുകയുണ്ടാവും. എങ്കിലും ഒരേ ക്ലാസ്സിൽ ഇരുന്നു എന്ന് വെച്ചിട്ട് എല്ലാവർക്കും വരികയൊന്നുമില്ല. കോവിഡ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. കോവിഡ് ആണെങ്കിൽ തുടങ്ങിയ കാലത്ത് ആർക്കും ഇതേപ്പറ്റി യാതൊരു ഇമ്മ്യൂണിറ്റി ഇല്ലാതിരുന്ന കാലത്ത് കോവിഡ് വന്ന സമയത്ത് ക്ലാസ് മുറിയിൽ ഒരു കുട്ടിക്ക് വന്നാൽ പോലും അതിൽ നിരവധി പേർക്ക് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. നിപ്പ അതുപോലെയല്ല. ഡോക്ടർ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പം മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്, എല്ലാവരോടും മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി എന്ന വാർത്ത വരുന്നതോടെ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായി മാസ്ക് ധരിക്കുകയും ആശുപത്രികളിൽ പോകുന്നത് ഒഴിവാക്കുകയും വേണം എന്നാവശ്യപ്പെടുമ്പോൾ ഒരു ഭീതി ജനകമായ അന്തരീക്ഷം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡോക്ടറുടെ അഭിപ്രായം എങ്ങനെയാണ്? ഈ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഇല്ലാത്തവർ മാസ്ക് ധരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലുള്ള ഗുണം ഉണ്ടാകുന്നില്ല. എന്നാൽ മാസ്ക് ഇപ്പോൾ ധരിക്കുന്നത് കൊണ്ട് മറ്റു പല ഗുണങ്ങളും ഉള്ളത്. ഇപ്പോൾ ഇൻഫ്ലുവൻസ, H1N1 ഇൻഫ്ലുവൻസ, അതുപോലെ മറ്റേ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും വളരെയധികം കൂടുതൽ പടരുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു അവസരത്തിൽ പ്രത്യേകിച്ചും ആശുപത്രിയിൽ പോകുന്നവർ മാസ്ക് ധരിക്കുന്നത് പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും പിടിപെടാതിരിക്കാൻ അവരെ സഹായിക്കും. എന്നാൽ നിപ്പയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ രോഗിയുടെ റൂട്ട് മാപ്പിന് അപ്പുറത്തേക്ക് മറ്റൊരാൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രിക്കോഷൻ ഇവിടെ കാണുന്നില്ല. ഈ ജില്ലയിലുടനീളം ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഡോക്ടർ. മാത്രവുമല്ല, ഒരുപക്ഷെ ഈ വാർത്തകൾ നമ്മൾ പ്രക്ഷേപിക്കുന്നതോടെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താനും വല്ലാത്തൊരു ഭീതി നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകാനും സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ജില്ലയിലുടനീളം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? നമ്മൾ വളരെ സൂക്ഷിച്ച് ആളുകളോട് പറയേണ്ട കാര്യമാണല്ലോ ഈ നിപ വ്യാപനമൊക്കെ. അതെ, ഈ ഭീതി ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ രണ്ടുപേരുടെയും ഇപ്പോൾ നടത്തുന്ന പ്രോഗ്രാമിന്റെയും കടമ തന്നെയാണ്. അതായത് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
അപ്പോൾ ആരോഗ്യവകുപ്പ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ കേസിന്റെ വിലയിരുത്തലിന് ശേഷം. എങ്കിലും ഒരു വിദൂര സ്ഥലങ്ങളിലുള്ളവർക്ക് അങ്ങനെ ഒരു ആശങ്കയുടെ കാര്യമില്ലെങ്കിലും പൊതുജനങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, വ്യാജ വാർത്തകൾ, അത് വ്യാജ നിർദ്ദേശങ്ങൾ, വാട്സാപ്പിലും മറ്റും പല നിർദ്ദേശങ്ങളും വരും, അത് ഒഴിവാക്കുക. രണ്ട്, ഔദ്യോഗികമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കുക. മൂന്ന്, ഈ പഴങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ പരക്കാൻ ഇടയുണ്ട്. അത് തെറ്റാണ്. പഴങ്ങൾ കഴിച്ചുകൊണ്ടൊന്നും നിപ്പ വരാൻ പോകുന്നില്ല. പക്ഷേ ജനങ്ങൾ അറിയേണ്ടതാണ്: ഒന്ന്, വവ്വാലുകളെ ഉപദ്രവിക്കാൻ പോകരുത്. രണ്ട്, വവ്വാലുകളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. മൂന്ന്, പറമ്പിൽ കൂടി നടക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ മഴ പെയ്യുന്ന സമയമാണ്, ചെരുപ്പുകൾ, പാദരക്ഷകൾ ധരിക്കുക. കാരണം കാലിലെ വവ്വാലിന്റെ കാഷ്ടവും മറ്റും പറ്റാതിരിക്കാനായിട്ട് ഇത് ഉപകരിക്കും. നാലാമത്തേത്, ഇത് വവ്വാലുകളുമായിട്ടുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുക. നിലത്ത് കിടക്കുന്ന പഴങ്ങൾ, നമ്മുടെ പറമ്പുകളിലും മറ്റും എന്തെങ്കിലും പഴമുള്ള വൃക്ഷമുണ്ടെങ്കിൽ നിലത്ത് കിടക്കുന്ന പഴം അത് എടുത്ത് കഴിക്കുന്ന ഒഴിവാക്കുക. ഡോക്ടർ, അതിനിടയ്ക്ക് ഒരു കാര്യം, കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഈ റംബുട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? ഇപ്പോൾ പ്രത്യേകിച്ച് നിപ്പയൊക്കെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ റംബുട്ടാനൊക്കെ നമ്മൾ വെച്ചുപിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഡോക്ടറുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? അതെ, റംബുട്ടാൻ മുതലായിട്ടുള്ള ഫ്രൂട്ട് ട്രീസ് ഉള്ള പല പുരയിടങ്ങളിലും ഈ വവ്വാലുകൾ, റംബുട്ടാൻ മാത്രമല്ല മറ്റേത് ഫ്രൂട്ട് ട്രീസ് ഉള്ള പുരയിടങ്ങളിലും ഈ വവ്വാലുകൾ, പഴന്തീനി വവ്വാലുകൾ വരാറുണ്ട്. ഈ പഴന്തീനി വവ്വാലുകളിൽ ചില വവ്വാലുകളിൽ മാത്രമാണ് നിപ്പ വൈറസ് കണ്ടുവരുന്നത്. അതുകൊണ്ട് റംബുട്ടാൻ ഉണ്ട് എന്ന് വെച്ച് അതേപ്പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്, നമുക്കെന്നാൽ കുറച്ച് വവ്വാലുകളെ കൊന്നൊടുക്കാം എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങളൊക്കെ അത് ഒഴിവാക്കാതെ മണ്ടത്തരമാണ്. ചത്തു കിടക്കുന്ന വവ്വാലുണ്ടെങ്കിൽ അതിനെ യാതൊരു വിധത്തിലും തൊടാതിരിക്കുക. നിലത്ത് കിടക്കുന്ന പഴങ്ങൾ കഴിക്കാതിരിക്കുക. ഇത് മാത്രം ചെയ്തിരുന്നാൽ മാത്രം മതി. പഴങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഏതായാലും നല്ലതുപോലെ കഴുകി തന്നെയാണ് കഴിക്കുന്നത്. കടിച്ച പാടുണ്ടെങ്കിൽ മാത്രം ഒരു പഴം കഴിക്കാതിരിക്കുക, അല്ലാതെ ഇതിന്റെ ആവശ്യമില്ല. ഈ അഞ്ചാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വാഴക്കൂമ്പിൽ നിന്നും പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അതിന്റെ ഈ തേൻ ഊറ്റി കുടിക്കുന്ന ഒരു ശീലം എനിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ദയവായി ഒഴിവാക്കുക. കാരണം വാഴക്കുല എവിടെയുണ്ടോ അവിടെ വവ്വാൽ വന്നിരിക്കും. അവ ഈ തേൻ കുടിക്കാൻ വന്നിരിക്കും. അതുകൊണ്ട് വവ്വാലിന്റെ സ്പർശമേറ്റിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ വാഴക്കൂമ്പിൽ നിന്നുമുള്ള തേൻ, അതിന്റെ വാഴക്കുലയിൽ നിന്നുമുള്ള അതിന്റെ ഒരു കൂമ്പിൽ നിന്നുള്ള തേൻ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വളരെ വിശദമായി ഡോക്ടർ നമ്മോട് സംസാരിച്ചു. വളരെ നന്ദി. ഡോക്ടർ രാജീവ് ജയദേവനാണ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്.